ഒൻപതാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും SK ലേണിംഗ് ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗർ പേഡ് ഓർ താരേ കി യാദേं എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് യുദ്ധ കെ ശിക്കാർ ലോഗോം കോ കോൺ കോൺ സി പരേശാനിയാം ജേൽനി പഡ്തി ഹെ. അപ്പോൾ എല്ലാവർക്കും ആ ചാപ്റ്ററൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, യുദ്ധം ആളുകൾക്ക് എന്തൊക്കെ രീതിയിൽ സഹിക്കേണ്ടി വന്നു? ഉത്തരം, ഷഹരോം കോ ജലാ ദിയാ ഗയാ, ഫസലേം നഷ്ട് ഹോ ഗയി, ഹസാരോം ലോഗ് മാരേ ഗയെ, हज़ारों मौतों के बाद कई बीमारियां फैल गई, हज़ारों लोग अपने घरों को छोड़कर जाने के लिए मजबूर हो गए, कुछ लोगों को दुश्मनों की सेना पकड़ कर ले गई, बहुत से परिवारों में माता पिता और बच्चे भी अलग अलग हो गए. അതായത് യുദ്ധം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ആളുകൾക്ക് സഹിക്കേണ്ടതായി വന്നതെന്നാണ് യുദ്ധത്തിനിരയായവർക്ക്. ഷഹരോം കോ ജലാ ദിയാ ഗയ, പട്ടണങ്ങളെ മുഴുവൻ നശിപ്പിച്ചു. ഫസലേം നഷ്ട് ഹോ ഗയി, അവരുടെ കൃഷിയിടങ്ങൾ മുഴുവൻ നശിച്ചു. ഹസാരോം ലോഗ് മാരേ ഗയെ, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഹസാരോ മൗത്തോം കെ ബാദ് കൈ ബീമാരിയാ ഫെയിൽ ഗയി, ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് ശേഷം ഒരുപാട് അസുഖങ്ങൾ പടർന്നു പിടിച്ചു. ഹസാരോം ലോഗ് അപ്നെ ഘരോം കോ ചോഡ്കർ ജാനെ കെ ലിയെ മജ്ബൂർ ഹോ ഗയ, ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ വീട് ഉപേക്ഷിക്കേണ്ടി വന്നു. കുച്ച് ലോഗോം കോ ദുഷ്മനോം കി സേന പക്കഡ്കർ ലേ ഗയി, കുറച്ചാളുകളെ ശത്രുക്കളുടെ സൈന്യം പിടിച്ചുകൊണ്ടുപോയി. ബഹുത് സേ പരിവാരോ മേ മാതാപിതാ ഓർ ബച്ചേ ബി അലഗ് അലഗ് ഹോ ഗയെ, ധാരാളം കുടുംബങ്ങളിലെ അമ്മയും അച്ഛനും കുട്ടികളുമെല്ലാം വേർപെട്ടു പോയി. അതായത് അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്നും മക്കളും കുട്ടികളിൽ നിന്ന് അച്ഛൻ വേർപെട്ടു പോവുക, അല്ലെങ്കിൽ അമ്മ വേർപെട്ടു പോവുക, അങ്ങനെ കുറേ കുടുംബങ്ങളിൽ നിന്ന് ഇങ്ങനെ മാതാപിതാ ഓർ ബച്ചാ ബി അലഗ് അലഗ് ഹോ ഗയെ. അടുത്തതായി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹം കിസി തരഹ് പഹുഞ്ച് ജായേംഗെ, ഇസ് കഥൻ സേ ബച്ചോം കാ കോൺ സാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ. ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തും. ഈ കുട്ടികളുടെ ഈ പറച്ചിലിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംഭാഷണത്തിൽ നിന്ന് അവരുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ഉത്തരം, ബച്ചോം കെ ഉമ്മീദ് ഓർ ഹിമ്മത്ത്, കുട്ടികളുടെ ആത്മവിശ്വാസവും ധൈര്യവുമാണ് അവരുടെ ഈ സംഭാഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബച്ചേ ക്യോം പരേശാൻ ഹെ, കുട്ടികൾ എന്തുകൊണ്ടാണ് അസ്വസ്ഥരായി കാണപ്പെടുന്നത്? ബച്ചോം കെ ലിയെ അപ്നെ ദേശ് ഓർ മാതാപിതാ കോ ഭുലാന അസംഭവ് ഹോ ഗയ, കുട്ടികൾക്ക് അവരുടെ രാജ്യവും അവരുടെ അച്ഛനെയും അമ്മനെയും ഒക്കെ മറക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു. ഉൻകി രാത്തോം കി നീന്ത് ഉഡ് ഗയി, അവരുടെ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെട്ടു. അർത്ഥാത് ഉൻകെ മൻ കി ശാന്തി നഷ്ട ഹുയി, അതായത് അവരുടെ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ ശാന്തി അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടമായി എന്നാണ് അതിൽ നിന്നും അർത്ഥമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉനെ ഖാനേം ഓർ രാത് ബിതാനേം കെ ലിയെ ജഗഹ് മിൽത്തി രഹി, യഹാം ശരണാർത്ഥിയോം കെ പ്രതി ലോഗോം കാ കോൺ സാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ. അവർക്ക് ഭക്ഷണവും രാത്രി കഴിച്ചു കൂട്ടുന്നതിന് വേണ്ടിയുള്ള സ്ഥലവും ലഭിച്ചു. യഹാം ശരണാർത്ഥിയോം കെ പ്രതി ലോഗോം കാ കോൺ സാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ, ഇവിടെ അഭയാർത്ഥികളോട് ആളുകൾക്കുള്ള എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം, ബച്ചോം കെ പ്രതി ലോഗോം കെ മൻമേ സഹാനുഭൂതി പ്രകട് ഹോത്താ ഹെ, കുട്ടികളോട് ആളുകളുടെ മനസ്സിലുള്ള സഹാനുഭൂതിയാണ് ഇവിടെ പ്രകടമാക്കാൻ കഴിയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, अपने लक्ष्य पर पहुंचने का संकेत मिलने पर भाई बहन आंसू बहा रहा है, इसका कारण क्या है? അതായത് തങ്ങളുടെ ലക്ഷ്യത്തിലെത്താനുള്ള അടയാളം കിട്ടിയപ്പോൾ സഹോദരിയും സഹോദരനും കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി, അതായത് കരയാൻ തുടങ്ങി. ഇസ്കാ കാരൺ ക്യാ ഹെ, ഇതിനുള്ള കാരണം എന്തായിരിക്കും? ഉത്തരം, अपने लक्ष्य पर पहुंचने का संकेत मिलने पर खुशी के कारण भाई बहन आंसू बहा रहे हैं,
തങ്ങളുടെ ലക്ഷ്യത്തിലെത്താനുള്ള അടയാളം കിട്ടിയപ്പോൾ സന്തോഷം കാരണമാണ് സഹോദരനെയും സഹോദരിയും കണ്ണുനീരൊഴുക്കാൻ തുടങ്ങിയത്, അതായത് കരയാൻ തുടങ്ങിയത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, लेकिन हमारे दिल में खुशी की कोई उम्मीद नहीं है, उनकी ജിന്ദഗി से इस कदम का क्या संबंध है? എന്നാൽ ഞങ്ങളുടെ മനസ്സിൽ സന്തോഷത്തിന് യാതൊരു വകയുമില്ല, യാതൊരു സാധ്യതയുമില്ല. അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ഈ സംഭാഷണവുമായിട്ട് എന്താണ് ബന്ധം? ഉത്തരം, മാതാപിതാ के मन में बड़ा दुख है क्योंकि उनके बच्चे युद्ध के समय अलग हो गए. वे कह रहे हैं कि अपनी ज़िंदगी में खुशी की कोई उम्मीद नहीं है. മാതാപിതാക്കെ മന്മേ ബടാ ദുഃഖ് ഹെ, അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ വളരെയധികം ദുഃഖമുണ്ട്. ക്യോംകി ഉൻകെ ബച്ചെ യുദ്ധ കെ സമയ അലഗ് ഹോ ഗയെ, എന്തുകൊണ്ടെന്നാൽ അവരുടെ കുട്ടികൾ യുദ്ധസമയത്ത് വേർപെട്ടു പോയി, അതാണ് അവരുടെ ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് തന്നെ അവർ പറയുകയാണ്, വേ കഹ് രഹേ ഹെ കി അപ്നി ജിന്ദഗി മേ ഖുഷിക്ക് കോയി ഉമ്മീദ് നഹി ഹെ. അതുകൊണ്ട് അവർ പറയുന്നു അവരുടെ ജീവിതത്തിലെ സന്തോഷത്തിന് യാതൊരു വകയുമില്ല എന്ന്. ഏഴാമതായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഹമാരി ബഡ്കൻ ഖത്തം ഹോ ഗയി ഹെ, ക്യാ ഈ സംസാർ കെ സാരേ ശരണാർത്ഥി ഇസ് തര അപ്നെ ഘർ പഹുഞ്ച് പാത്തെ. ഞങ്ങളുടെ ചുറ്റിക്കറങ്ങൽ അല്ലെങ്കിൽ ഞങ്ങളുടെ അലച്ചിൽ അവസാനിച്ചിരിക്കുന്നു. ക്യാ സംസാർ കെ സാരേ ശരണാർത്ഥി ഇസ് തര അപ്നെ ഘർ പഹുഞ്ചെ, എന്താ ലോകത്തിലെ എല്ലാ അഭയാർത്ഥികളും ഇങ്ങനെ അവരുടെ വീടുകളിൽ എത്തിച്ചേരുമോ? ഇനി അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. മേരി റായ് മേ കുച്ച് ശരണാർത്ഥി ഇസ് തര അപ്നെ ഘർ പഹുഞ്ച് പാത്തേ ഹെ. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചെങ്കിലും അഭയാർത്ഥികൾ ഇങ്ങനെ അവരുടെ വീടുകളിൽ എത്തിച്ചേരാറുണ്ട്. കുച്ച് ലോഗ് ബിഗ് മംഗെ ഹോനെ കി സംഭാവന ഹെ, കുറച്ച് പേര് ഭിക്ഷക്കാരായി മാറാനുള്ള സാധ്യതയുണ്ട്. കുച്ച് ലോഗ് ഗുണ്ടോം കെ ദൽ മേ ഫസേങ്കെ, കുറച്ച് ആളുകൾ ഗുണ്ടകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. കുച്ച് ലോഗ് ശരണാർത്ഥി കേന്ദ്രമേ പഹുഞ്ച് കർ വഹീം അപ്ന ജീവൻ ബിതായെങ്കെ, കുറച്ച് ആളുകൾ അഭയാർത്ഥി കേന്ദ്രങ്ങളിലെത്തി അവരുടെ ജീവിതം അവിടെ തന്നെ കഴിച്ചുകൂട്ടും. അടുത്തതായി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാൻ പോകുന്നത് ചരിത്ര പർ ടിപ്പണി ലിഖെ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കണം. അതിന് നമ്മളിവിടെ ബായിയുടെ, അതായത് ആ സഹോദരൻ്റെ കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിൻ്റെ ഉത്തരം, ഇസ് കഹാനി കെ ബായി കോ ഹമേ അധിക് പസന്തായ, ഈ കഥയിലെ സഹോദരനെയാണ് എനിക്ക് അധികം ഇഷ്ടമായത്. ക്യോംകി വോ ഉമ്മീദ് ഹിമ്മത്ത് ആദി സെ അപ്നെ ജീവൻ കി സമസ്യാവോം കാ സാമന കർത്താ ഹെ, എന്തുകൊണ്ടെന്നാൽ അവൻ വിശ്വാസവും ധൈര്യം മുതലായവ കൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിട്ടിരുന്നത്. ബായി അപ്നി ബഹൻ കോ ടീക് തര സംഭാൽത്താ ഹെ, സഹോദരൻ അവൻ്റെ സഹോദരിയെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നു. ഉസ്കെ മൻമേ അപ്നെ ദേശ് ഓർ മാ ബാപ് കെ പാസ് വാപ്പസ് ലൗട്ട്നെ കി ബഡി ഇച്ഛാ തി, അവൻ്റെ മനസ്സിൽ തൻ്റെ രാജ്യത്തെയും പിന്നെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണമെന്നുള്ളതായിരുന്നു അവൻ്റെ ആഗ്രഹം. लंबी यात्रा करके और मुसीबतों का सामना करके अपने बहन को धैर्य बंधा कर वो अपने घर पहुंच गया. ഒരുപാട് യാത്രകൾ ചെയ്തും ഒരുപാട് ബുദ്ധിമുട്ടുകളെ നേരിട്ടും തൻ്റെ സഹോദരിക്ക് ധൈര്യം പകർന്നു കൊടുത്തും അവൻ അവൻ്റെ വീട്ടിലെത്തിച്ചേർന്നു. उसने अपने घर को आंगन में खड़े सनोबर के पेड़ को देखकर पहचान लिया. അവൻ തൻ്റെ വീട് തൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പൈൻമരം കണ്ടുകൊണ്ടാണ് മനസ്സിലാക്കിയത്. അതായത് അവന് വീട് തിരിച്ചറിയില്ല, പക്ഷേ ആ പൈൻമരം കണ്ടപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു അതാണ് അവൻ്റെ വീട് എന്ന്. ഉസ് പേട് പർ ഹർ സുബഹ് ദോ ചോട്ടെ പക്ഷി ബൈഠ് കർ ഗാ രഹേ തെ, ആ മരത്തിൽ എല്ലാ ദിവസവും രാവിലെ 2 പക്ഷികൾ ഇരുന്നു കൊണ്ട് പാടാറുണ്ടായിരുന്നു. ഇത്രയും ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്നത്. ഇത് മാക്സിമം നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇതേപോലുള്ള മറ്റ് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ.